ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്ലാന്റ്സ് ഏതൊക്കെയാണ് സെയിലിനുള്ളതെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ DTDC വഴിയാണ് പ്ലാന്റ്സ് നിങ്ങൾക്ക് അയക്കുന്നത്. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് കാഷ്യൂറീന പ്ലാന്റ് ആണ്. കാഷ്യൂറീന പ്ലാന്റ് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറേ തവണ സെയിൽ ചെയ്തിട്ടുണ്ട് പ്ലാന്റ്സ്. അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റ്സ് ആണിത്. നല്ല ഭംഗിയാണ്. നമുക്ക് പോട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ ഇതുപോലെ കിടക്കും. നമ്മുടെ പൈൻ മരത്തിൻ്റെ ആ ഒരു ലീഫ് പോലെ തന്നെ നല്ല ഭംഗിയായിട്ട്, അതുപോലെ ഹാങ്ങിങ്ങിലും ഒക്കെ ഇടാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഹാങ്ങിങ് കാഷ്യൂറീന എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇതുപോലെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുക. ഈ ഒരു പ്ലാന്റിന് 180 രൂപയാണ് റേറ്റ്. അടുത്തത് ശ്രീലങ്കൻ ജാസ്മിൻ ആണ്. മിക്കവർക്കും അറിയാം, ഒരുപാട് പേര് നമ്മളുടെ കയ്യിൽ നിന്ന് ഈ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സീസണോ കാര്യങ്ങളോ ഒന്നുമില്ല, അതെല്ലാ സമയത്തും നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരുപാട് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്പം വെള്ളം മാത്രം മതി ഈ ഒരു പ്ലാന്റ് ഇതുപോലെ പൂക്കാനായിട്ട്. ഒരുപാട് പേര് ബൾക്കായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു പ്ലാന്റ് വാങ്ങാറുണ്ട്. ഇതിൻ്റെ പൂക്കൾ ഇതാണ്. നല്ല വലുപ്പം, പ്ലാന്റ് കുറച്ചുകൂടി വലുപ്പം എത്തുമ്പോൾ നല്ല വലുപ്പമുള്ള പൂക്കളാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ എല്ലാ സമയത്തും മുട്ടുകളും പൂക്കളുമായിട്ട് ചെടി നിൽക്കും. ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള ശ്രീലങ്കൻ ജാസ്മിൻ്റെ പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ജാപ്പോണിക്ക പ്ലാന്റ് ആണ്. ഒരു വാട്ടർ പ്ലാന്റ് ആണിത്. ഇതാണ് ഇതിലെ പൂക്കൾ. നല്ല റോസാപ്പൂക്കൾ പോലെ വെള്ള നിറത്തിൽ ഇതുപോലെ പൂക്കളുണ്ടായി നിൽക്കും. ഒരു കുലയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ ദിവസം കൊണ്ടാണ് ഈ പൂക്കൾ വിരിഞ്ഞ് തീരുക. ഒരുപാട് പേര് വാട്സപ്പിൽ ചോദിക്കാറുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ. വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള ജാപ്പോണിക്ക പ്ലാന്റ്സിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഗാർലിക് വൈൻ ആണ്. ഗാർലിക് വൈനും നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. നല്ല വയലറ്റ് നിറത്തിലെ കൊലകളായിട്ട് പൂക്കളുണ്ടാവും ഗാർലിക് വൈനിൽ. അപ്പോൾ അത് ഒരുപാടൊന്നും കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ്. അടുത്തത് മാൻഡിവില്ലയാണ്. മാൻഡിവില്ലയുടെ യെല്ലോ ആണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത്. ബാക്കി കളറൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. നല്ല ഭംഗിയാണ് മാൻഡിവില്ല പൂക്കൾ കാണാനായിട്ട്. ഇതാണ് അതിൻ്റെ പൂക്കൾ. ചില പ്ലാന്റ്സിലൊക്കെ നമുക്ക് സെയിലിനുള്ള പ്ലാന്റിൽ തന്നെ പൂക്കളായിട്ടുണ്ട്. അപ്പോൾ മാൻഡിവില്ല ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള മാൻഡിവില്ല പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഡെയ്സി ആണ്. ഡെയ്സിയുടെ ഇതുപോലെ മൾട്ടി പെറ്റൽ പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് സെയിലിനുള്ളത്. ഡെയ്സി പ്ലാന്റ് ഒരു നാടൻ പ്ലാന്റ് ആണ്. ഇങ്ങനെയുള്ള പ്ലാന്റ്സ് മാത്രം ഇഷ്ടപ്പെട്ട് നട്ട് വളർത്തുന്നവരുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ്. അടുത്ത പ്ലാന്റ് ബ്ലൂ ഡേയ്സ് പ്ലാന്റ് ആണ്. ബ്ലൂ ഡേയ്സ് ഇതുപോലെ നല്ല നീല നിറത്തിൽ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ലതായിട്ട് സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് ആണ് ബ്ലൂ ഡേയ്സ്. അതുപോലെ തന്നെ നല്ലതുപോലെ വെള്ളവും വേണം. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. നമ്മൾ ഇത്തവണ ഉൾപ്പെടുത്തിയതിലധികവും ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ നല്ല നീല നിറത്തിൽ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ബ്ലൂ ഡേയ്സ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ബ്ലൂ ഡേയ്സിൻ്റെ പ്ലാന്റ്സിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് റബ്ബർ പ്ലാന്റിൻ്റെ വേരിഗേറ്റഡ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. പല പല നിറങ്ങളിലാണ് ഇതിൻ്റെ ലീഫ്. ഒരു ഓറഞ്ച് കളറും വൈറ്റും ഗ്രീനും എല്ലാം കൂടെ ചേർന്ന് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ലണ്ടാന പ്ലാന്റ്സ് ആണ്. ലണ്ടാനയുടെ 4-5 കളറോളം നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വൈറ്റും വയലറ്റും ആണ് സ്റ്റോക്ക് ഉള്ളത്. ഇതാണ് വയലറ്റ്. നല്ല ഭംഗിയല്ലേ, കൊലകളായിട്ട് ഇതുപോലെ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ വയലറ്റ് നിറത്തിലുള്ള പൂക്കളുണ്ടാവുന്ന പ്ലാന്റും അതുപോലെ വൈറ്റുമാണ് നമുക്ക് സെയിലിനുള്ളത്. ലണ്ടാനയുടെ പ്ലാന്റ്സ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇടകലർത്തി നടാം, അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നടാം. നല്ല ഭംഗിയായിട്ട് നിറയെ പൂക്കൾ. ഈ ഒരു സമയത്ത് ലണ്ടാന പൂക്കൾ നന്നായിട്ട് പൂക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക.
അടുത്തതായിട്ട് അസീലിയ പ്ലാന്റ് ആണ്. അസീലിയയുടെ കളർ അറിയില്ലാത്ത കുറച്ച് പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളത്. ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു 2-3 കളേഴ്സ് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഡബിൾ കളർ, അതുപോലെ മജന്ത കളർ, വൈറ്റ് കളർ. അപ്പോൾ ഓരോ പ്ലാന്റും ഏത് കളറാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ദയവ് ചെയ്ത് വാട്സപ്പിൽ കളർ ഏതാണെന്ന് മെസ്സേജ് ചെയ്ത് ചോദിക്കരുത്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 90 റുപ്പീസാണ് പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്തതായിട്ട് സെയിലിനുള്ളത് നിക്കോഡിയ പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ടെക്സാസേജ് എന്നും പറയും. നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ. ഒരു പിങ്ക് നിറത്തിലാണ് ഇതിൻ്റെ പൂക്കൾ. അതുപോലെ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു കളറാണ്. നല്ലൊരു ആഷ് കളറിലാണ് ലീഫ് നിൽക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ടാത്ത ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഈ പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഫിലോഡെൻഡ്രോൺ ബ്രസീലാണിത്. ഇതുപോലെ ഒരു ഗ്രീൻ കളർ ലീഫിൽ നടുക്കൂടി ഈ ഒരു ലെമൺ യെല്ലോ കളർ വരും. ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. അപ്പോൾ ഈ പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ക്രീപ്പർ റോസിൻ്റെ വൈറ്റ് ആണ്. അത്യാവശ്യം നല്ല സ്മെല്ലോട് കൂടിയ പൂക്കളാണ്. അതുപോലെ ഇതുപോലെ കൊല കുത്തി പൂക്കൾ ഉണ്ടാകുന്ന ഒരു നാടൻ വെറൈറ്റിയാണ് ഈ ഒരു റോസ്. നമ്മൾ പണ്ടൊക്കെ വീടുകളിലൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള ക്രീപ്പർ റോസിന് 60 രൂപയാണ് റേറ്റ്. അടുത്തത് കാശ്മീർ റോസിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളത്. കാശ്മീർ റോസിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വലുപ്പമുള്ള പൂക്കളാണ് സാധാരണ റോസിനെ അപേക്ഷിച്ച്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് ബെഡിലാന്തസ് പ്ലാന്റ്സ് ആണ്. ബെഡിലാന്തസിൻ്റെ 3 വെറൈറ്റി നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. ആദ്യത്തേത് ഈ ഒരു മിനിയേച്ചർ വെറൈറ്റി. ഇതിനകത്ത് ഗ്രീനും ഒരു ലൈറ്റ് യെല്ലോ കളറുമാണ് ലീഫിൽ വരിക. നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ വലുതാവുന്ന ഒരു പ്ലാന്റ് ആണ് ബെഡിലാന്തസ്. നമ്മൾ സാധാരണ ചെറിയ ബോട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൂട്ട് നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അടുത്തത് ഈ കാണുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരുപാട് സൺലൈറ്റ് വേണ്ടാത്ത പ്ലാന്റ്സ് ആണ് ബെഡിലാന്തസ് പ്ലാന്റ്സ്. ഇത് നല്ല ഭംഗിയായിട്ട് ഒരു യെല്ലോ കളറും ഗ്രീൻ കളറും കൂടെ ഒക്കെ ലീഫിൽ വരുന്ന നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇതും ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. അടുത്തത് ബെഡിലാന്തസ് കേളി പിങ്ക് ആണ്. ഒരു പിങ്ക് കളറ് ലീഫിലും അതുപോലെ തണ്ടിലും ഒക്കെ കയറി വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ് ഈ ഒരു ബെഡിലാന്തസ് വെറൈറ്റി. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പം 3 ടൈപ്പ് ബെഡിലാന്തസിനും 15 രൂപ വീതമാണ് റേറ്റ് വരിക. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അടുത്തത് സെയിലിനുള്ളത് കുടമുല്ല അല്ലെങ്കിൽ കട്ടമുല്ല എന്നൊക്കെ പറയുന്ന നമ്മുടെ മുല്ലയാണ്. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇപ്പോൾ ഒരുപാട് പുതിയ പുതിയ പ്ലാന്റ്സ് ഒക്കെ വന്നപ്പോൾ അധികം കാണാനില്ലാത്ത ഒരു പ്ലാന്റ് ആണ്. മുല്ലപ്പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് നട്ട് വളർത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഒരു ലില്ലിയാണ്. നമുക്ക് പീസ് ലില്ലി പോലെ ഇൻഡോറിലോ അതുപോലെ ഒരുപാട് സൺലൈറ്റ് ഒന്നും കിട്ടാത്ത ഏരിയയിലൊക്കെ വെക്കാൻ പറ്റും. ഇതിൻ്റെ ഭംഗി കാണുന്നത് ഈ ഒരു ലീഫിൻ്റെ ഇതുപോലെ ഇങ്ങനെ ഡോട്ടായിട്ട് കാണുന്നതാണ്. ചെറിയൊരു പൂവ് ഇതിലുണ്ടാകും, പക്ഷേ പൂക്കൾ അത്ര ഭംഗിയൊന്നും അല്ല. ലീഫ് തന്നെയാണ് കാണാൻ ഭംഗി. അപ്പോൾ നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക ഈ ഒരു സൈസാണ്. 30 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്തതായിട്ട് സെയിലിനുള്ളത് ഗ്ലോ വൈൻ ആണ്. നമ്മുടെ ഗാർലിക് വൈൻ പോലെ തന്നെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ആ ഒരു സ്മെല്ലൊന്നും ഈ ഒരു പ്ലാന്റിനില്ല. ഇതാണ് അതിൻ്റെ പൂക്കൾ വരിക. നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള ഗ്ലോ വൈനിൻ്റെ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമ്മുടെ ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ്. വേരിഗേറ്റഡ് ബാസ്ക്കറ്റ് ആണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത്. ഇതാണ് പ്ലാന്റ്. ഗ്രീനും വൈറ്റും കൂടെ ഒക്കെ നല്ല ഭംഗിയിൽ നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് സ്ലീപ്പിംഗ് പോത്തോസ് ആണ്. സ്ലീപ്പിംഗ് പോത്തോസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. നല്ലൊരു പോത്തോസ് വെറൈറ്റിയാണ്. കുറച്ച് റെയറായിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക.
അടുത്ത പ്ലാന്റ് പർപ്പിൾ മോർണിംഗ് ഗ്ലോറിയാണ്. നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പൂക്കളും അതുപോലെ മുട്ടുകളും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു പ്ലാന്റിന് വേറെ പേരുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. പേരുകൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. എല്ലാ പ്ലാന്റിലും മുട്ടുകളായിട്ടില്ല, എങ്കിലും ചില പ്ലാന്റ്സിലൊക്കെ മുട്ടുകളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പർപ്പിൾ മോർണിംഗ് ഗ്ലോറി പ്ലാന്റിന് 140 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് സിങ്കോണിയം പ്ലാന്റ് ആണ്. ഒരു പ്രത്യേക നിറത്തിൽ വരുന്ന ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ്. ചോക്ലേറ്റ് സിങ്കോണിയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു ചോക്ലേറ്റ് കളറാണ് പുതിയ ലീഫ് വരുമ്പോൾ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 25 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ ഇന്ന് ഇത്രയും പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. അതുപോലെ നമ്മൾ DTDC വഴിയാണ് പ്ലാന്റ്സ് അയക്കുക. വീണ്ടും പറയുന്നു, നമ്മളെല്ലാ വെള്ളിയാഴ്ചകളിലും സെയിൽ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാം മുടങ്ങാതെ കിട്ടാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.